അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ആമുഖം. മൂന്നാമത്തെ സുവിശേഷത്തിന്റെ കർത്താവായ ലൂക്കാ തന്നെയാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. ഈ ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഞങ്ങൾ എന്ന സർവനാമം സൂചിപ്പിക്കുന്നത് ഗ്രന്ഥകർത്താവും അപ്പോസ്തലന്മാരുടെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്നെന്നും അങ്ങനെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഗ്രന്ഥരചന നടത്തിയതെന്നും ആണല്ലോ. സുവിശേഷ രചനയെ തുടർന്ന് ലൂക്ക ഗ്രീസിലെ റോമായിലോ വെച്ച് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും രചിച്ചു എന്നതിൽ കവിഞ്ഞ് എന്ന് എവിടെ വെച്ച് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടു എന്ന് ഖണ്ഡിതമായി പറയാനാവില്ല. ഗ്രീക്ക് ഭാഷയിലെ പ്രാക്സൈസ് എന്ന ബഹുവചന സംജ്ഞയ്ക്ക് ഒരു മഹാരഥന്റെ എടുത്തു പറയത്തക്ക ചെയ്തികൾ, നേട്ടങ്ങൾ എന്ന അർത്ഥമാണ് ഉപയോഗം മൂലം ലഭിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നു പേര് നൽകപ്പെട്ടതും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്ന യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർ നടത്തേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ ജെറുസലേമിൽ രൂപം കൊണ്ട സഭ വളരെ പേരെ അംഗങ്ങളായി സ്വീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് സമരിയായിലേക്ക് വ്യാപിച്ചു. തുടർന്ന് വിജാതീയരുടെ പന്തക്കോസ്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊർണേലിയോസിന്റെ മാനസാന്തരത്തിന് ജെറുസലേം സുന്നഹദോസ് വഴി ലഭിച്ച ദൈവശാസ്ത്രപരമായ ന്യായീകരണം എന്ന സുപ്രധാനമായ വഴിത്തിരിവിലൂടെ റോമാ സാമ്രാജ്യത്തിന്റെ അറിയപ്പെട്ടിരുന്ന മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെയും സഭ ചെന്നെത്തുന്നതിന്റെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ കാണുക.